ഹായ്, എന്നാ ഉണ്ട് വിശേഷം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണീശപ്പുല്ല് തേടി കുറേ നടന്നതൊക്കെ കണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഉണീശപ്പുല്ല് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായും കാണും. ഇനി ഞങ്ങൾ വീട്ടിൽ സുലഭമായിട്ടുള്ള തെങ്ങിൻ്റെ ഓല വെച്ച് തന്നെ പുൽക്കൂടിൻ്റെ റൂഫ് മെടയാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ മടി പിടിച്ചിരുന്നപ്പോൾ ഏത് തെങ്ങേന്ന് വെട്ടിയാലാണ് ശരിയാവുന്നതെന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ ഒരു തെങ്ങിൻ്റെ ഓലയൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് മെടയാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം മെടയാൻ അപ്പൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് വലിയ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് മെടയുകയാണ്. അപ്പം ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ പനിയോല വെച്ചും താഴെ വൈക്കോല് വെച്ചും ഉണ്ണീശോയുടെ പുൽക്കൂട് അങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിക്കാനായിട്ട് കൊല്ലപ്പള്ളി വരെ പോയിട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും തറവാട്ടിൽ നിന്ന് കേക്ക് കട്ടിങ്ങിനായിട്ട് വിളി വന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം ഞങ്ങൾക്ക് അലക്സ് ചാച്ചനും എല്ലാ കുട്ടികൾക്കും ഓരോ കുഞ്ഞുണ്ണീശോനെയും കൂടെ ഗിഫ്റ്റായിട്ട് കൊടുത്തു കേട്ടോ. വളരെ കാര്യമായിട്ട് പിള്ളേരൊക്കെ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തറവാട്ടിൽ നിന്ന് പടക്കം പൊട്ടിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരെയും വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. ഇത് നല്ലൊരു കസ്റ്റമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോഴും പൂത്തിരി കത്തിക്കുമ്പോഴും ഒക്കെ അടുത്തുള്ളവരെയും കൂടെ വിളിക്കുകയാണെങ്കിൽ അവർക്കും അത് പങ്കെടുക്കാം, കാണാം, ആസ്വദിക്കാം. ഇപ്പം ഭയങ്കര കൂട്ടായ്മയുടെ ഒരു സന്തോഷം കൂടെ അതിൻ്റെ അകത്ത് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.